Sita, Jitmanta Rakita, Fat 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 Bakunta. Rakita. തന്റെ കപാലി മന്ത്രം പ്രയോഗിക്ക്. കഥക് തുറക്കാൻ. എന്നെ താനത് കോപ്പം ചെയ്യണം. എനിക്കറിയാം ചെയ്യേണ്ടത്.
വിടണ്ട. കൊന്നുകളയും ഞാൻ നിന്നെ. Take care. He's all right. ഞാൻ 1/2 മിനിറ്റ് താമസിച്ചു പോയിരുന്നെങ്കിൽ നീ മരിച്ചു പോയനെ. എന്തൊരു വൃത്തികേടാണിത്. വീട്ടിനകത്ത് കോലം, അസ്ഥി, തലയോട്ടി എന്താടേ കാണിക്കുന്നത്? ശരി, ആ ശവം ആരുടെയാടാ? ആ തന്ത്രയുടെ. അവനെന്തിനാടാ ഇവിടെ വന്നേ? ഈച്ച കൊല്ലാൻ വന്നു. ഈച്ച ഈച്ച നിനക്കെന്താടാ ഈച്ച പ്രാന്തി പിടിച്ചോ? ആഫ്റ്റർ ഓൾ ഒരു ചെറിയ ഈച്ച ഇത്ര പേടിയോ? ആഫ്റ്റർ ഓൾ ഒരു ചെറിയ ഈച്ച, അതിന്റെ കപ്പാസിറ്റി എന്താണെന്ന് അറിയോ നിനക്ക്? ശരിയടാ, നീ ആണാണെങ്കിൽ ആ ഈച്ചയെ കൊന്നു കാണിക്ക്, നിന്നെ ഞാൻ സമ്മതിക്കാം. നീ ഒരു മുഴുഭ്രാന്തനായടാ. ഞാൻ പറയുന്നത് സത്യമാടാ. ആ ഈച്ച നാനിയാ. ഞാൻ കൊന്നില്ലേ? അവൻ പുനർജന്മം എടുത്തിരിക്കുക. ആ ഈച്ചയാണ് എനിക്ക് ആക്സിഡന്റ് ഉണ്ടാക്കിയത്, നമ്മുടെ പണമെല്ലാം കത്തിച്ചത്. അവൻ ഈ വീട്ടിൽ കയറാതിരിക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെയാ ചെയ്തത്? കാറ്റുപോലും കടക്കാത്ത വിധം ഭദ്രമായി അടച്ചതാ. എന്നിട്ടും ഈച്ച എവിടെ നിന്ന് വരുന്നെന്നോ? എന്തു പറ്റിയടാ? ഈച്ച, മാസ്ക്, വെപ്പൺസ്. ബിന്ദു സ്ക്രൂ അടിക്കുന്നടാ. എടാ, നീ പറഞ്ഞതൊക്കെ ശരിയാടാ. നാനി തന്നെയാ ഈച്ച. അയ്യോ എടാ, സോറിയടാ. നീ എത്ര പറഞ്ഞിട്ട് ഞാൻ കൂടെ അത് വിശ്വസിച്ചില്ല. ഈ ഈച്ചയ്ക്ക് പിന്നിൽ ബിന്ദു ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അവളെ ഫിനിഷ് ചെയ്യുന്ന വലിയ കാര്യമൊന്നുമില്ല. അതെനിക്ക് വിട്ടേരെ. എന്നാൽ അതിനു മുമ്പ് നമ്മളെ ഫിനിഷ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിന് എന്ത് മറുപടി കൊടുക്കണം നമ്മൾ ആലോചിക്കണം. നാളെ തന്നെ മുഴുവൻ കാശും കൊടുത്തില്ലെങ്കിൽ അവർ കോടതി പോകുന്ന. ആദ്യം അത് തടയണം. നമ്മൾ പാർട്ട്ണർമാരിൽ ആരെങ്കിലും ഒരാൾ മരിച്ചാൽ ആ കോൺട്രാക്ട് ക്യാൻസൽ ആവും. അത് മാത്രമല്ല, 700 കോടിയുടെ ഇൻഷുറൻസും കിട്ടും. എന്താണേ പറയുന്നത്? അതിന് നീ ആത്മഹത്യ ചെയ്യാൻ പോകുന്നോ?